നോക്കും. ഒരു രക്ഷയില്ല, അടിപൊളി പടം. ഭയങ്കര പടം ചേട്ടാ. ധനുഷ് ഒരു നടൻ മാത്രമല്ല, ഒരു ഡയറക്ടറും ആണ്, ഒരു റൈറ്ററും ഡയറക്ടറും ആണെന്ന് തെളിയിച്ചു. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനായിട്ട് കാളിദാസ് ജയറാം, അപർണ ബാലമുരളി ഇവരെല്ലാം പ്രകടനം നന്നായിട്ടുണ്ട്. വളരെ വയലൻസ് ആണെങ്കിൽ പോലും അത് റീസണബിൾ ആയിട്ടുള്ള വയലൻസ് ആയിട്ട് നമുക്ക് തോന്നും. പടം വളരെ നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ ഫാമിലിക്കാർ തീരുമാനിക്കണം. പടം അടിപൊളിയായിരുന്നു. ധനുഷിൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്ത് ഫൈറ്റ് സീൻസൊക്കെയാണ് എടുത്തു പറയേണ്ടത്. ഫൈറ്റ് സീൻസൊക്കെ എന്താ പറയുക, ഒരു വെറൈറ്റി സാധനം പിടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഫൈറ്റ് സീൻസൊക്കെ കാണാൻ. പിന്നെ അതിനകത്ത് മറ്റേ ലാസ്റ്റത്തെ റായ എന്ന് പറയുന്ന മ്യൂസിക്കൊക്കെ സൂപ്പറാണ്. അടിപൊളിയാണ്. എന്നുവെച്ചാൽ നല്ലൊരു പടം. പുള്ളിയുടെ ഡയറക്ഷനും റൈറ്റിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ ഓക്കെ വൺ ടൈം വാച്ച്. തിമിർന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ് ഒരു രക്ഷയില്ല. അയാൾ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ജീവിച്ച് കാണിച്ചോളാം. ഒരു രക്ഷയില്ല. സൂപ്പർ പടം കേട്ടാ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. വേറെ ലെവല്. രായം വേറെ ലെവല്. പുള്ളിയാണ് ഡയറക്ഷൻ, പുള്ളിയാണ് സ്ക്രിപ്റ്റ്, എല്ലാം പുള്ളിയാണ്. ഫൈറ്റ് അതുപോലെ തന്നെ ധനുഷ് വേറെ ലെവല്. ധനുഷ് വില്ലനാണെങ്കിൽ വില്ലൻ ധനുഷിനൊപ്പം നിൽക്കുകയാണ്. സൂര്യ അതൊക്കെ മേലെ. അതിനൊപ്പം നമ്മുടെ ജയറാമിൻ്റെ കാളിദാസന് ഇത്രയും പടങ്ങളിൽ കണ്ടതിൽ നല്ലൊരു വേഷമാണ് ധനുഷേട്ടൻ കൊടുത്തിരിക്കുന്നത്. കാളിദാസനും സൂപ്പർ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ പുള്ളിയുടെ പേര് എനിക്കറിയണം. പുള്ളി അടിപൊളി. പിന്നെ അപർണ ബാലമുരളിയുണ്ട്. അപർണ ബാലമുരളി വേറെ ലെവല്, അതും വേറെ ലെവല്. പിന്നെ ധനുഷിൻ്റെ സഹോദരി എന്ന് പറയുന്നത് എൻ്റെ പൊന്ന അമ്മ തിമിർത്തളാഞ്ഞ് ആടി തിമിർത്തളാഞ്ഞ് കിടിലം മൂവി. ഒരു രക്ഷയില്ല. അണ്ണൻ വീണ്ടും സെറ്റായി. അണ്ണൻ്റെ 50ാമത്തെ പടമാണ്. 50ാമത്തെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50ാമത്തെ പടം അണ്ണൻ ആറാടി. ഒരു രക്ഷയില്ല. വേറെ ലെവല്. ആടി തിമിർത്ത് സൂപ്പർ. ധനുഷേട്ടന് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ 3 മണിക്കാണ് ഇവിടെ 3:30 നല്ലതായിരുന്നു. ധനുഷിൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. എടുത്തു പറയാനായിട്ട് പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ ഒരു ക്യാരക്ടർ അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് അടിപൊളിയാക്കിയായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാളിദാസ് ജയറാമിൻ്റെ ഒരു നല്ല മുഴുനീള റോളുണ്ടായി. പുള്ളി നൈസായിട്ട് തന്നെ ചെയ്തു. പിന്നെ കഥ നമ്മൾ കണ്ടും കേട്ടതൊക്കെ തന്നെയാണ്. ഫാമിലി ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ. പക്ഷേ വെറൈറ്റി രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകാശ് രാജ് നൈസായിരുന്നു. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സസ്പെൻസാണ്. അതേപോലെ മൊത്തത്തിലൊക്കെ ആണെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു പടമുണ്ട്. റഹ്മാനെ കുഴപ്പമില്ല. ഒരു ആവറേജ്. അതിന് ബ്രഹ്മാണ്ട അടിപൊളിയൊന്നും പറയാനുള്ള, പക്ഷെ ഒരു ആവറേജ് ടച്ച് ഉണ്ടായി റഹ്മാൻ്റെ മ്യൂസിക്കൊക്കെ. പടം എനിക്ക് എന്ന് വെച്ചാൽ അസുരൻ്റെ അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല. നല്ലൊരു പടമാണ്. പിന്നെ റഹ്മാൻ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ധനുഷിനെ പറയേണ്ടതാണല്ലോ, അടിപൊളി ഉഗ്രനാണ്. എനിക്കൊരു ചെറിയ നെഗറ്റീവ്, അസുരൻ്റെ അത്രയും നമുക്കൊരു ഹൈപ്പ്, ഒരു മാസ് തോന്നിയില്ല. എന്നാലും പടം അടിപൊളിയാണ് കേട്ടോ, കുഴപ്പമില്ല. നല്ല ധനുഷിൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കഥ അങ്ങോട്ട് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബട്ട് ഇതിനകത്ത് പോസിറ്റീവ്സ് എന്ന് പറയാൻ SJ സൂര്യ ഫുള്ളിൻ്റെ ആ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ധനുഷിൻ്റെ ഡയറക്ഷൻ, ഇതിൻ്റെ കളർ ഗ്രേഡിങ് ഒക്കെ നൈസായിരുന്നു. കളർ ടോണൊക്കെ നൈസായിരുന്നു. AR റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കോണാൾക്ക് ശേഷം നമുക്കൊരു AR റഹ്മാൻ ഫീല് തന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ വൈസ് നല്ല മൂവിയാണ്. പക്ഷേ എനിക്ക് കഥ ഓവറോൾ സാറ്റിസ്ഫൈ ഇല്ല. ഒരു ഗുഡ് വാച്ച്. പക്ഷെ ഒരു അതെനിക്ക് സ്റ്റോറി അങ്ങനെ മീറ്റ് ചെയ്ത് തോന്നിയില്ല. കാരണം എല്ലാവരും പെർഫോമൻസ് നൈസാണ്. ധനുഷ്, പിന്നെ നമ്മുടെ കാളിദാസ് ജയറാം, അവരൊക്കെ നല്ല സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ അവിടെയൊക്കെ നമുക്കൊരു കൺവിൻസിങ് ആവാത്ത പോലെ തോന്നി. പക്ഷേ ഡയറക്ഷൻ വൈസും സ്കോർ വൈസും നന്നായിട്ടുണ്ട്. സോ ഓവറോൾ ഒരു എന്തായാലും നൈസായിരുന്നു. പ്രത്യേകിച്ച് ഇൻ്റർവൽ ബ്ലോക്കിൽ ഒരു ആക്ഷൻ അത് നൈസായിരുന്നു. സോ ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിപ്പ്.
ധനുഷ് ഡയറക്ഷൻ വൈസ് നൈസാണ്, ബട്ട് കഥ ഒട്ടും സാറ്റിസ്ഫൈ ആണെങ്കിൽ ഒരു ലൈക്ക് എൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല.